ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമറിൽ പഠിച്ചിരുന്ന എന്തുമായിരുന്നു? ഭേദകമല്ലായിരുന്നു. ഭേദകം എങ്ങനെയായിരുന്നു വിഭജനം ചെയ്തിരുന്നത്? വാചകത്തെ ആയിരുന്നു നാമം, ക്രിയ, ഭേദകമെന്ന് വിഭജനം ചെയ്തിരുന്നത്. ഇനി നമുക്കെന്താണ്? ശബ്ദത്തെയാണ് വാചകമെന്നും ദോതകമെന്നും തിരിച്ചിരിക്കുന്നത്. വാചകം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ദോതകം എന്താണെന്ന് പറയാം. ദോതകം എന്നാൽ സ്വതന്ത്രമായി അർത്ഥമില്ലാതെ എന്നാൽ ഒരു വാചകത്തോട് ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ളതുമായ പദത്തെയാണ് ദോതകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശബ്ദത്തെ എന്തെന്ന് പറയാം? ദോതകം എന്ന് പറയാം. ശബ്ദം എന്താണെന്ന് വെച്ചാൽ ഒരർത്ഥത്തെ കുറിക്കുവാനായി വർണ്ണങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ അക്ഷരക്കൂട്ടത്തെ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന അക്ഷരങ്ങളെ അല്ലെങ്കിൽ അക്ഷരക്കൂട്ടത്തെയാണ് ശബ്ദം അഥവാ പ്രകൃതി എന്ന് പറയുന്നത്. എന്താ എളുപ്പം പറഞ്ഞാൽ ഒരു വാക്ക് രൂപീകരിക്കുമ്പോൾ എന്നുവെച്ചാൽ ഒരു വാക്ക് അർത്ഥമുള്ളൊരു വാക്ക് രൂപീകരിക്കുമ്പോൾ വർണ്ണങ്ങൾ കൂടി ചേർന്ന്, വർണ്ണങ്ങൾ എന്തുവാണെന്നറിയാവോ? ചന്ദ്രക്കലയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ ഇവയെല്ലാമാണ് വർണ്ണങ്ങൾ. അപ്പോൾ ഒരു വർണ്ണാക്ഷരത്തിൻ്റെ കൂടെ സ്വരാക്ഷരങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ ഒരക്ഷരം ഉണ്ടാവൂ. അങ്ങനെ ഉണ്ടാകുന്ന അക്ഷരത്തെയോ അല്ലെങ്കിൽ എന്താണ് ഒരു പദം രൂപീകരിക്കുന്ന ഒരു അക്ഷരക്കൂട്ടത്തെയോ എന്തെന്ന് പറയാം? ശബ്ദം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകൃതി എന്ന് നമുക്ക് പറയാം. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ചെറു എന്നതൊരു വാക്കാണ്, ഒരു വാചകമാണ്. അതൊരു ശബ്ദമാണ്. ചെറു എന്നത് ഒരു ശബ്ദമാണെങ്കിൽ അതിൽ ച് പ്ലസ് എ പ്ലസ് റ് പ്ലസ് ഉ എന്നത് ഒരു വർണ്ണങ്ങളാണ്. ആ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ എന്തെന്ന് പറയാം? കൂടിച്ചേരുന്ന അക്ഷരത്തെ എന്തെന്ന് പറയാം? ശബ്ദം എന്ന് പറയാം. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ രണ്ട് വിഭജനങ്ങളാണ് ദോതകവും വാചകവും. നമ്മൾ വാചകവും പഠിച്ചായിരുന്നു. ഇനി എന്താണ് ദോതകമെന്ന് പഠിച്ചല്ലോ. ദോതകം എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. ദോതകം എന്താണ്? സ്വതന്ത്രമായി തന്നെ അർത്ഥമില്ലാതെയും എന്നാൽ ഒരു വാചകത്തോട് കൂടി ചേരുമ്പോൾ അർത്ഥമുള്ളതുമായി മാറുന്ന ശബ്ദത്തെ എന്തെന്ന് പറയാം? ദോതകം എന്ന് പറയാം. അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വരെ കൊണ്ട് എന്ന് പറയുന്ന ഈ മൂന്ന് പദങ്ങളെ എന്താണ് കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥമുള്ളതായി മാറുന്നു. എന്താ? രാമനും സീതയും. രാമനും സീതയും. അതിനകത്ത് എന്ന പദം ഒന്നിനോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടായത്. എന്താ? 1 മുതൽ 2 വരെ. വരെ എന്നതിനകത്ത് എന്താണ്? ആ വരെ എന്നത് അതിനോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് അതിനർത്ഥം ഉണ്ടായത്. അതുകൊണ്ട് അതിനകത്ത് അതു എന്ന പദം അതു എന്ന പദത്തിനോടൊപ്പം കൊണ്ട് എന്ന പദം ചേർത്തപ്പോഴാണ് അതിനർത്ഥം ഉണ്ടായത്. ഇനി ദോതകത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. നിപാതമെന്നും അവ്യമെന്നും. അവ്യമെന്നും. നിപാതം എന്നാൽ ശുദ്ധമായ ദോതക ശബ്ദത്തെയാണ് നിപാതം എന്ന് പറയുന്നത്. ശുദ്ധമായ ദോതക ശബ്ദത്തെ, അതായത് ഓ എ എന്നുള്ളതൊക്കെ ഒരു ശുദ്ധമായ ദോതക ശബ്ദങ്ങളാണ്. ഇനി അവ്യം എന്നാൽ വാചക ശബ്ദത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് ദോതകമായി തീരുന്നത്. വാചക ശബ്ദം, നമ്മൾ എന്താണ് വാചകം പഠിച്ചത്? ഉച്ചരിക്കുമ്പോൾ തന്നെ അർത്ഥം ജനിപ്പിക്കുന്ന പദങ്ങളെ വാചകം എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള പദങ്ങൾക്ക് അർത്ഥം എന്തായി? ഇല്ലാണ്ടായി അതൊരു ദോതകമായി തീരുന്നതിനെ എന്തെന്ന് പറയാം? അവ്യം എന്ന് പറയാം. ഉദാഹരണം, എന്നെ കുറിച്ച് എന്ന് പറയുന്നു. എന്നെ കുറിച്ച് എന്ന് പറയുന്നതിനകത്ത് കുറിച്ച് എന്നതിന് എന്തായി? ഒരു അർത്ഥം ഇല്ലാണ്ടായി ദോതക ശബ്ദമായി എന്നെക്കുറിച്ച് എന്നായി. അവനെ പറ്റി എന്തായി? ഒന്നിനോടൊന്ന് ചേർന്ന് നിന്നപ്പോഴാണ് അർത്ഥം അതിനുണ്ടായത്. അപ്പോൾ പറ്റി എന്ന വാക്ക് അതിനകത്ത് അവ്യമാണ്, അവ്യദോതകമാണ്. ഇനി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ദോതകത്തെ തിരിച്ചിട്ടുണ്ട്. ഗതി, കടകം, വാക്ഷേപകം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗതി, കടകം, വാക്ഷേപകം എന്ന് മൂന്നായി തിരിച്ചിട്ടുണ്ട്. എന്താണ് ഗതി? നാമത്തെ മറ്റ് ശബ്ദങ്ങളോട് ബന്ധിപ്പിക്കുന്ന ദോതകം. നാമത്തെ മറ്റ് പദങ്ങളോട് ബന്ധിപ്പിക്കുന്ന ദോതക ശബ്ദത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഗതി. നമ്മൾ നാമം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നാമം? പേരായ ശബ്ദത്തെ നാമം എന്ന് പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേരായ ശബ്ദത്തെ എന്തെന്ന് പറയാം? നാമം എന്ന് പറയാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആ നാമശബ്ദത്തെ എന്തെന്ന് പറയാം? മറ്റ് ശബ്ദങ്ങളോട് ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്? ദോതക, ഗതി എന്ന് പറയുന്നത്. ബന്ധിപ്പിക്കുന്ന ആ ദോതകത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഗതി എന്ന് പറയുന്നത്. ഉദാഹരണം, നിന്ന്, കൊണ്ട്, മുതൽ, തൊട്ട്, വരെ, ഓളം. നിന്ന്, കൊണ്ട്, മുതൽ, തൊട്ട്, വരെ, ഓളം. അതായത് അവനിൽ നിന്ന് അവളിലേക്ക്. അതിനകത്ത് നിന്ന് എന്നത് ഒരു
നാമത്തിന് അവൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവൾ എന്നതോ ഓരോ നാമങ്ങളാണ്. അപ്പോൾ ആ നാമങ്ങളെ ബന്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ച പദമാണ് നിന്ന്. അതിനെ എന്തെന്ന് പറയാം? ഗതി എന്ന് പറയാം. കൊണ്ട് എന്താണ്? പേന കൊണ്ട് ബുക്കിൽ വരച്ചു. പേന കൊണ്ട് ബുക്കിൽ വരച്ചു. പേന എന്നത് കൊണ്ട് എന്നത് ബുക്ക് എന്നതും എന്താണ്? ഒരു നാമങ്ങളാണ്. ആ നാമത്തെ എന്താണ്? കൊണ്ട് എന്ന പദം കൊണ്ട് ബന്ധിപ്പിച്ചു. അപ്പോൾ അത് എന്താണ്? അതും ഒരു ഗതിയാണ്. അപ്പം നാമത്തെ മറ്റ് ശബ്ദങ്ങളോട് ബന്ധിപ്പിക്കുന്ന ദ്യോതക ശബ്ദത്തെ എന്തെന്ന് പറയാം? ഗതി എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഘടകം? എന്താണ് ഘടകം? ഘടകം എന്നാൽ രണ്ട് പദങ്ങളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ദ്യോതകങ്ങളാണ്. രണ്ട് പദങ്ങളെ നമ്മൾ മറ്റേത് നാമം പറഞ്ഞു. ഇവിടെ എന്താണ്? രണ്ട് പദങ്ങളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ദ്യോതകമാണ് ഘടകം എന്ന് പറയുന്നത്. അതായത് രണ്ട് പദങ്ങളെയോ, അതായത് രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു. അതിനകത്ത് എന്നത് ഒരു ദ്യോതകമാണ്. അപ്പം രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു. അവിടെ എന്തുണ്ടായി? പദങ്ങളെയും വാക്യങ്ങളെയും തമ്മിൽ എന്ത് ചെയ്തു? ബന്ധിപ്പിച്ചു. അതാണ് അതിന് ഉദാഹരണം ഓ എന്ന്, അതുകൊണ്ട്, അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്നൊക്കെ വരുന്ന പദങ്ങളാണ്. രാമൻ്റെയോ കൃഷ്ണൻ്റെയോ കഥ. ഓ എന്ന ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഓ രണ്ട് പദങ്ങളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ദ്യോതക ശബ്ദത്തെ ഘടകം എന്ന് പറയാം. ഇനി വാക്ശേപകം എന്താണ്? മറ്റൊരു പദത്തോട് ചേരാതെ ഒറ്റ വാക്യം പോലെ നിന്ന് അർത്ഥം പ്രകടമാകുന്ന ദ്യോതകത്തെ വാക്ശേപകം എന്ന് പറയാം. അതായത് ഉവ്വ്, അയ്യോ എന്നാണ് ഇതിന് ഉദാഹരണം വരുന്നത്. രാമ, നീ പാഠം പഠിച്ചോ? ഉവ്വ് എന്ന് പറഞ്ഞാലും അതിന് അർത്ഥമുണ്ട്. അതിൻ്റെ കൂടെ ഉവ്വ് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാലും അതിന് അർത്ഥം വരുന്നുണ്ട്. ഇപ്പം ഇപ്പം പരീക്ഷ, രാമ പരീക്ഷ കഴിഞ്ഞു പോയല്ലോ. അയ്യോ എന്ന് പറഞ്ഞാലും അതിന് അർത്ഥമുണ്ട്. അയ്യോ കഴിഞ്ഞു പോയോ എന്ന് പറഞ്ഞാലും അതിന് അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ദ്യോതക ശബ്ദത്തെ എന്തെന്ന് പറയാം? വാക്ശേപകം എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എന്തായിരുന്നു ദ്യോതക ശബ്ദം? സ്വതന്ത്രമായി നിൽക്കുമ്പോൾ എന്തില്ല? അർത്ഥമില്ലാതെയും, എന്നാൽ മറ്റൊരു വാചകത്തോട് ചേരുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാകുന്നതുമായ ശബ്ദത്തെ ദ്യോതകം എന്ന് പറയാം. ദ്യോതകത്തെ നിപാതം, അവ്യം എന്ന് തിരിച്ചിട്ടുണ്ട്. എന്താണ് നിപാതം? എന്നാൽ ശുദ്ധമായ, ഇതെന്താണ്? ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിപാതം എന്നും അവ്യം എന്ന് തിരിച്ചേക്കുന്നത്. ശുദ്ധമായ ദ്യോതക ശബ്ദമാണ് നിപാതം. അവ്യം എന്നാൽ എന്താണ്? വാചക ശബ്ദത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് ദ്യോതകമായി തീരുന്നതിന് അവ്യം എന്ന് പറയുന്നു. ഇനി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗതി എന്നും ഘടകമെന്നും വാക്ശേപകമെന്നും മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗതി എന്തായിരുന്നു? നാമത്തെ മറ്റ് ശബ്ദങ്ങളോട് ബന്ധിപ്പിക്കുന്ന ദ്യോതകത്തെ ഗതി എന്ന് പറയുന്നു. ഘടകം എന്താണ്? മറ്റ് പദങ്ങളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ദ്യോതകത്തെ ഘടകം എന്ന് പറയുന്നു. വാക്ശേപകം എന്നാൽ മറ്റൊരു പദത്തോട് ചേരാതെ തന്നെ ഒറ്റ വാക്യം പോലെ നിന്ന് അർത്ഥം പ്രകടമാകുന്ന ദ്യോതക ശബ്ദത്തെ എന്തെന്ന് പറയുന്നു? വാക്ശേപകം എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത പോർഷനിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, താങ്ക്